ഹലോ, വെൽക്കം ബാക്ക്. ഫ്രൈഡേ ആട്ടാ ഈ വ്ളോഗ് സ്റ്റാർട്ടാക്കുന്നത്. ഒരു 8:30 ആയിട്ടുണ്ടാവും കേട്ടാ. അങ്ങനെ ഇതാ രാവിലെ തന്നെ എണീച്ച് നമസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് തന്നെ ബെഡെല്ലാം ആയിട്ട് വിരിച്ചിട്ട് വെക്കാന്ന് വിചാരിച്ചട്ടാ. അങ്ങനെ ഇതാ ഞാൻ ബെഡ്ഷീറ്റെല്ലാം നന്നായിട്ട് നീറ്റായിട്ട് പിച്ച് വെക്കുന്നുണ്ട് കേട്ടാ. അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞ് ഇന്നലെ ഹസ്ബൻഡ് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികം വെച്ചാൽ ഹസ്ബൻഡ് എടുത്തിട്ട് വേസ്റ്റിലിട്ടാൾ, അതുകൊണ്ട് ഇന്നെ തീർക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇതാ രാവിലെ തന്നെ മക്കളൊന്നും എഴുന്നേറ്റിട്ടില്ല കേട്ടാ. അപ്പോൾ ഞാനൊരു പീസ് കേക്ക് എടുത്തിട്ട് ഇവിടെ ഇരുന്നിട്ട് കഴിച്ചട്ടാ. കുറച്ച് വെള്ളവും കുടിച്ച് അതിൻ്റെ കൂടെ ഇങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കേട്ടാ. അതൊന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടാ, ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും കാര്യങ്ങളൊന്നും. അങ്ങനെ ഇതാ ഹസ്ബൻഡിലോ എഴുന്നേറ്റ് ചായ വെക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ എനിക്ക് പാലുണ്ടേനു. അപ്പോൾ ഞാൻ പാൽ ചായ കുടിച്ച് ഹസ്ബൻഡിന് ഉണ്ടല്ലോ കട്ട ചായ അതാക്കാന്ന് വിചാരിച്ച് ഏലക്കായെല്ലാം ഇട്ടിട്ട്. അങ്ങനെയല്ല കേട്ടാ, തലേന്ന് ഉറങ്ങുന്ന ടൈം വരെ വിചാരിക്കും കേട്ടാ നാളെ എന്തായാലും ഷുഗർ ഇട്ടിട്ടുള്ള ഒന്നും കഴിക്കരുത്, ഷുഗർ കട്ട് ചെയ്യണം എന്നെല്ലാം വിചാരിക്കും. പക്ഷേ രാവിലെ എഴുന്നേറ്റാൽ ഒരു ചായയും കുടിക്കണോ, പിന്നെ ചോക്ലേറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ മക്കളുള്ളതുകൊണ്ട് ചോക്ലേറ്റ് എല്ലാം ഉണ്ടാവില്ലേ, എന്തായാലും കഴിക്കാണ്ട് നിൽക്കാൻ പറ്റൂല കേട്ടാ. അങ്ങനെ ഇതാ നമ്മൾ ചായയെല്ലാം കുടിച്ച് പാത്രങ്ങളെല്ലാം കൈക്ക് വെക്കാനുണ്ടേനു. അപ്പോൾ അതിൻ്റെ പണിയില്ല കേട്ടാ. ഞാൻ പറഞ്ഞില്ല ഡയറ്റ് പ്ലാനിങ് ചെയ്യണം ഇനി, ഇൻഷാ അല്ലാഹ് നോക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇപ്പോൾ നമ്മളെ ഹെൽത്ത് നോക്കണ്ടേ. കാരണം എന്തെങ്കിലും മധുരമുള്ളതെല്ലാം കണ്ടാൽ അതിൻ്റെ കൂടെ അങ്ങ് കഴിച്ചു പോകും കേട്ടോ. എത്ര കഴിക്കാണ്ട് നിൽക്കാൻ ശ്രമിച്ചാലോ കുറച്ച് ടൈം ആകുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ അങ്ങ് കഴിച്ചു പോകും. അങ്ങനെ ഇതെല്ലാം നീറ്റായിട്ട് വെക്കണം കേട്ടോ. ഇന്ന് ഞാൻ വിചാരിച്ച് റൈസ് നമുക്ക് ഇന്നലെ ഉണ്ടാക്കിയത് കുറച്ച് ബാക്കിയുണ്ടേനു, കുറച്ചല്ല കുറേ ബാക്കി വന്നിക്കാം. അപ്പോൾ അത് വേസ്റ്റ് ആക്കണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് ലിവറിൻ്റെ ഫ്രൈ അല്ല, ലിവറൊന്ന് വരട്ടിയിട്ട് എടുക്കാം. പിന്നെ റൈസ് ബാലൻസ് ഉണ്ടല്ലോ അതും കഴിക്കാനാട്ടാ വിചാരിച്ച ഉച്ചക്ക്. അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണ്ട കേട്ടാ, വേസ്റ്റാവും. നമ്മൾ എന്തായാലും ഫ്രൈഡേ ആയതുകൊണ്ട് പുറത്തേക്ക് പോവുമല്ലോ, അപ്പോൾ ഇത് വേസ്റ്റ് ആയിരിക്കുമല്ലേ. അങ്ങനെ ഞാൻ ഇതെല്ലാം നല്ലോണം ക്ലീൻ ചെയ്തിട്ട് വെക്കുന്നുണ്ട് കേട്ടാ. ഞാൻ ഇതിൽ എൻ്റെ ഒരു ലിവർ ഫ്രൈ എല്ലാം വരട്ടുന്നതിൻ്റെ ഒരു റെസിപ്പിയും കാണിക്കുന്നുണ്ട് കേട്ടാ. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ബീഫെല്ലാം ഉണ്ടാക്കുമ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് കിട്ടലുണ്ട് കേട്ടോ. ലിവറെല്ലാം വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇതെല്ലാം നന്നായിട്ട് കഴുകിയിട്ട് വെക്കണം കേട്ടോ. ലിവറെല്ലാം ഞാൻ ക്ലീൻ ചെയ്തിട്ട് 2 days മുമ്പേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ക്ലീനിങ് ഒന്നും ഇല്ല കേട്ടോ. അതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കറി വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും മക്കൾ പറഞ്ഞ് മുട്ടയും വേണമെന്ന്. അപ്പോൾ അത് എടുത്തു അത് ഞാനും കഴിച്ചേട്ടാ. അങ്ങനെയല്ലോ. പിന്നെ എല്ലാം നല്ലോണം നീറ്റാക്കിയിട്ട് വെച്ചിട്ടാണ് കേട്ടോ. ഇനി ഒരു കട്ടിംഗ് ബോർഡ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉള്ളി കേട്ടോ എടുക്കുന്നുള്ളൂ. കാരണം കുറച്ച് ലിവറേ ഉള്ളൂ. പറഞ്ഞല്ലോ നമ്മളിന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് പുറത്തേക്ക് പോകും. അപ്പോൾ നൈറ്റത്തെ ഫുഡൊന്നും നോക്കണ്ട. അങ്ങനെ ഒരു ഉള്ളി എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പില കേട്ടോ വേണ്ടു. പിന്നെ കുറച്ച് മസാലകൾ
വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് ലിവർ ഫ്രൈ എല്ലാത്തിൻ്റെയോടും മാച്ചാവും കേട്ടോ. അങ്ങനെയല്ലോ നമ്മളെ പൊരിച്ച പത്തിരിയെല്ലാം ഉണ്ടല്ലോ, അതിൻ്റെ കൂടെല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ ഇതിൽ പൊരിച്ച പത്തിരീൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നോക്കിയിട്ട് നിങ്ങൾ പൊരിച്ച പത്തിരി ഒന്ന് ഉണ്ടാക്കി നോക്കിയൊക്കെ. പിന്നെ ലിവർ ഫ്രൈയും നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. ഞാനിത് കുറച്ച് ഇതായിട്ട് കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിൽ എല്ലാം ഇട്ടിട്ട് മിക്സാക്കി കൊടുക്കുന്നതല്ലേ. അങ്ങനെ ഞാൻ കുക്കർ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ടേക്ക് ലിവർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അരിഞ്ഞു വെച്ച സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടല്ല, എന്നിട്ട് നമ്മളെ പൊടികളെല്ലാം ഉണ്ടല്ലോ, ഞാൻ 2.5 ടീസ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ തന്നെ ശ്രദ്ധിക്കട്ടോ. അങ്ങനെ 1 ടീസ്പൂണ് മുളകിൻ്റെ പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉലുവ പൊടി ഉണ്ടെങ്കിൽ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ അടുത്ത് ഉലുവയായിട്ടുള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വലിയ ജീരകം ഉണ്ടല്ലോ അതും, പിന്നെ ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കൂടിപ്പോകാൻ പാടില്ല. നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയിലാണോ ലിവർ എടുക്കുന്നത് ആ ഒരു ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കുറച്ചല്ല എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബീഫിൻ്റെ കണക്ക് അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് കുരുമുളക് ഉണ്ടല്ലോ, കുരുമുളക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഉപ്പെല്ലാം നന്നായിട്ട് കറക്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുക്കറിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഓയിലല്ല വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ തന്നെയല്ലോ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു ഫ്ലേവറെല്ലാം കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുത്തിട്ട് ഞാൻ നേരെ കുക്കറ് അടുപ്പത്തോട്ടേക്ക് വെച്ച് കൊടുത്തിട്ട് ആദ്യം നന്നായിട്ട് നല്ല തീയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ അതിൻ്റെ കൈകിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കൈകാൻ ഉണ്ടായിരുന്നു, അപ്പോൾ അവിടുന്ന് വെന്തോളൂ കേട്ടോ. അങ്ങനെ കിച്ചണിലെ പണി ഏകദേശം കഴിഞ്ഞിട്ടാ. നമ്മളെ ലിവർ ഫ്രൈ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ലെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വേവെല്ലാം ചെയ്തൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക, ഷെയറും ചെയ്യുക കേട്ടോ.